കേരളത്തിലെ അപൂർവമായ ശത്രുഘ്നസ്വാമി ക്ഷേത്രങ്ങളിലൊന്നായ കൽക്കുളം കുത്തന്നൂർ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ കുത്തന്നൂർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ സഹോദരന്മാർക്ക് സമർപ്പിച്ചിരിക്കുന്ന നാലമ്പല ദർശനത്തിന്റെ ഭാഗമായാണ് കൽക്കുളം ക്ഷേത്രത്തിനും പ്രത്യേക പ്രാധാന്യം ലഭിക്കുന്നത്. ശ്രീരാമനെയും ലക്ഷ്മണനെയും തിരുവില്ലാമലയിലും ഭരതനെ പുൽപ്പുരമന്തം ക്ഷേത്രത്തിലും ദർശിച്ച ശേഷം ശത്രുഘ്നസ്വാമിയുടെ അനുഗ്രഹം തേടിയെത്തുന്ന കൽക്കുളത്താണ് ഞങ്ങളിപ്പോൾ. ഇങ്ങനെ 4 സഹോദരന്മാരുടെയും ദർശനം പൂർത്തിയാക്കുന്ന ഈ യാത്ര ഭക്തർക്ക് ഏറെ ആത്മീയമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്. ശത്രുഘ്നസ്വാമി മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിന്റെ അവതാരമായാണ് വിശ്വാസത്തിൽ കണക്കാക്കപ്പെടുന്നത്. നാലമ്പല ദർശനത്തിന്റെ അവസാന ഘട്ടമായി കൽക്കുളം ശ്രീ ശത്രുഘ്നസ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ ശ്രീരാമ കുടുംബത്തിന്റെ അനുഗ്രഹവും ഐശ്വര്യവും സമാധാനവും ജീവിതത്തിൽ നിറയട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ ഈ ദർശനം പൂർത്തിയാക്കാം. നാലമ്പല ദർശന യാത്രയിൽ ഓരോ ക്ഷേത്രത്തിലും എത്തുമ്പോഴും രാമായണത്തിലെ ഓരോ കഥാപാത്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ഭക്തര്. ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്കുള്ള യാത്ര മാത്രമല്ല ഇത്. ഓരോ ദർശനവും നമ്മളെ രാമായണത്തിന്റെ ഓർമ്മകളിലേക്കും വിശ്വാസത്തിലേക്കും ഭക്തിയിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ആത്മീയ യാത്ര കൂടിയാണ്. കൽക്കുളം ശത്രുഘ്നസ്വാമിയുടെ ദർശനത്തോടെ നമ്മുടെ നാലമ്പല യാത്രയിലെ മറ്റൊരു മനോഹരമായ അധ്യായം കൂടിയാണ് ഇവിടെ പൂർണ്ണമാവുന്നത്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. ഉച്ചയോടുകൂടി നാലമ്പല ദർശനം കംപ്ലീറ്റ് ചെയ്തു. തൃശ്ശൂര് തൃപ്പയാർ ക്ഷേത്രത്തിലൊക്കെ ഭയങ്കര തിരക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഇത് പാലക്കാട് ആയതുകൊണ്ട് അധികം തിരക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് വേഗം എല്ലാം കുറച്ച് ദൂരം അധികം ഇല്ലാത്ത ക്ഷേത്രങ്ങളാണ് എല്ലാം. വളരെ അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയോടുകൂടി നാലമ്പല യാത്ര അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചു. ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. അടുത്തതിന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ കേരളത്തിലിപ്പോൾ വളരെ പ്രസിദ്ധമായ കേരള പഴനി എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ചോച്ചന്നൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ആ സ്ഥലത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഇനി നേരെ കേരള പഴനി ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ നമുക്ക് നാലമ്പല ദർശനത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. കേരള പഴനി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോ നാലമ്പല ദർശനത്തിൻ്റെ അവസാന പാർട്ടായ ലാസ്റ്റ് വീഡിയോ നമുക്ക് കാണാം. കുതിരാനാണ്. ഈ ടണലിൽ കൂടി ഒരു വട്ടം പോയിട്ടുണ്ട് പാലക്കാട് പോയപ്പോൾ. പക്ഷെ അന്നേരം ഇതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പോൾ അന്ന് ആ സമയത്ത് ഉറങ്ങിപ്പോയി. ബസ്സിലിരുന്ന് ഉറക്കമായിരുന്നു. ഇപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.